ഞാൻ തന്നെ ഷെയർ ചെയ്തത് ഞാനൊരു സ്നേഹസംഗമത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ആലപ്പുഴ, മഞ്ചേരി, കോഴിക്കോട്, കോട്ടയം, ഇപ്പം കണ്ണൂർ ഇവിടെ എല്ലാം മാറി മാറി ജോലി ചെയ്യുമ്പോഴും എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിലെന്ന പോലെ, എൻ്റെ സ്വന്തക്കാരുടെ അടുത്തെന്ന പോലെ അതേ സ്നേഹ ഊഷ്മളതയോടെ തിരിച്ചു വരാവുന്ന ഒരേ ഒരു സ്ഥലം മുഹമ്മ ഗ്രാമപഞ്ചായത്താണ്. കാരണം കോളേജുകളിലെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആൾക്കാർ മാറും, നമ്മളെ മറന്നു പോകും. പക്ഷെ മുഹമ്മയിലോട്ട് വിളിച്ച് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു സ്നേഹം, അത്രയധികം സ്നേഹം ഇവിടുന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാനല്ല കൂടുതൽ സംഭാവന തന്നേക്കുന്നത്, എനിക്കാണ് കൂടുതൽ സംഭാവന തന്നേക്കുന്നത്. എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം എപ്പോഴും സ്ഥലം മാറ്റങ്ങൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് പരിചിതമായ സ്ഥലവും ആൾക്കാരെ എല്ലാം വിട്ട് ദൂരം പോകുമ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ എന്തെങ്കിലും വാർത്ത പോകുന്നതിനുണ്ടെങ്കിൽ ഞാനൊന്ന് ഓടിച്ചു പോകും. അപ്പൊ എപ്പോഴും മനസ്സിന്റെ കോണിന് നമ്മളെപ്പോഴും സ്നേഹമായപ്പോലെ ഒത്തിരി അധികം സ്നേഹം കിട്ടിയ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടല്ലോ, ആൾക്കാരെ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രാമമാണ് മുഹമ്മ. അപ്പൊ എന്താണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിച്ചു, ഇന്നലെ വിളിച്ചപ്പോൾ ശരിക്കും രാവിലെ കോട്ടയത്ത് പോകാനിരുന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും മുഹമ്മ വന്നിട്ട് അതുവരെ കോട്ടയത്ത് പോകാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുഹമ്മ താമസിക്കുമ്പോൾ അറിയത്തില്ലായിരിക്കും, ഈ ഗ്രാമത്തിന് ഒരു സൗന്ദര്യമുണ്ട്, സ്നേഹത്തിന്റെ ഒരു സൗന്ദര്യമുണ്ട്, ആൾക്കാരെ കരുതുന്ന ഒരു സൗന്ദര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ച എല്ലാ ഡോക്ടർമാരും നിറഞ്ഞ മനസ്സോടുകൂടാണ് ഈ ഗ്രാമം അംഗീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ തിരുവല്ല എത്രയോ മൈലുകൾക്ക് എത്രയോ അകലങ്ങളിൽ ഉള്ള ഞാൻ എങ്ങനെയാണ് ഇവിടെ എൻ്റെ സ്വന്തം നാടായിട്ട് എനിക്ക് തോന്നുന്നത്. അതിന് തീർച്ചയായിട്ടും CK ഭാസ്കരൻ സാറിനെ മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഉള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ച് മറ്റ് യാതൊരു ചിന്താഗതികളുമില്ലാതെ നമ്മളെ ഈ ഗ്രാമത്തിലേക്ക് ഏറ്റവും അടുപ്പിച്ചത് CK ഭാസ്കരൻ സാർ. അതിനുശേഷം എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ കഴിഞ്ഞ 25 വർഷത്തെ ചിത്രങ്ങളാണ് മനസ്സിലൂടെ പറഞ്ഞു പോയത്. അതിൽ ഞാൻ നേരത്തെ വോളണ്ടിയേഴ്സ് എന്ന ഇപ്പം ആശമാരായി എല്ലാവരും ഒക്കെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ വരും. ബേബി സിസ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട്, 2007 ബേബി സിസ്റ്റർ കുഞ്ഞിനെ ഇട്ടിട്ടാണ് 3 മാസം മലപ്പുറത്ത് പോയിട്ട് പാലിയേറ്റീവ് കെയർ നഴ്സായിട്ട്, ഒരു പക്ഷേ ഈ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ നഴ്സായിട്ട് മുഹമ്മയിൽ എത്തുന്നത്. മുഹമ്മയിൽ എന്തുകൊണ്ട് പോളിസിക്ക് മുമ്പ്, പാലിയേറ്റീവ് കെയർ നയത്തിന് മുമ്പ് ഈ സാന്ത്വന പരിപാടി ഇവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ നാടിനോടുള്ളൊരു കരുതല്, അല്ലെങ്കിൽ കരുതല്, ആ ഒരു ആതിഥേയത്വം അതിപ്പോഴും ഓർമ്മയിലുണ്ട് ആൾക്കാര്. അതുവഴിയാണ് മുഹമ്മ വഴിയാണ് ഞാൻ അവിടെ അറിയപ്പെടുന്നത്. അന്ന് വോളണ്ടിയേഴ്സ് മീറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് മാഡത്തിനേന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൂർ പോയാലും ഇവിടെ പോയാലും തീർച്ചയായിട്ടും ഞാൻ അറിയുന്നത് മുഹമ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ നടന്ന ധാരാളം പൊതുജനമൂലമാണ്. ഇനിയിപ്പം അതുമല്ല സംസാരിക്കാം, വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കാം. ചിത്രയ്ക്ക് ഇതേപോലെ പാലിയേറ്റീവ് കെയർ, മെന്റൽ ഹെൽത്ത് പാലിയേറ്റീവ് കെയർ നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങോട്ടേക്കാണ് ക്ഷണിക്കുക. അങ്ങനെ 2011 ദീപനാഥ് മാഡം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നപ്പോഴാണ് മെഹക്ക് ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത്. ജയിലാസാറിന്റെ സമയത്ത് വേറൊരു വോളണ്ടിയർ സംഗമം നടത്തി. അത് കേരളം മുഴുവൻ ഓർക്കുന്ന ഒരു സംഘമാണ്. ഇപ്പോഴത്തെ പഞ്ചായത്ത് സ്വപ്ന ഷാബു മാഡത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ വീണ്ടും ഒരു നൂതനമായ കാര്യം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞില്ല. പക്ഷെ തീർച്ചയായിട്ടും ഹോമികെ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും പഞ്ചായത്ത് അത് ഏറ്റെടുത്തിട്ടുണ്ടോ. ഇത് കേരളത്തിലെ ഏക പഞ്ചായത്താണ്. അപ്പൊ ഹോമികെ തുടങ്ങിയ ഈ പഞ്ചായത്ത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറ്റ് ഈ പഞ്ചായത്തിന്റെ കാലങ്ങൾ തീരുന്നതിന് മുമ്പ് അത് ലോകത്തെ അറിയിക്കണം. കാരണം നമ്മൾ ലോകത്തെ അറിയിച്ചില്ലെങ്കിൽ പലപ്പോഴും പിന്നീട് നമുക്ക് തോന്നും ഇത് നമ്മൾ മുമ്പേ ചെയ്തതായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ നൂതനമായ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അതിനൊരു മനുഷ്യത്വത്തിന്റെ മുഖച്ഛായയുണ്ട്. മനുഷ്യത്വമാണ് അതിന്റെ ഒരു ഫിലോസഫി. അപ്പൊ ആ ഒരു സാന്ത്വന പരിചരണം ഇവിടെ തുടങ്ങുകയും അത് നെഞ്ചോടേക്കുകയും അതെല്ലാ പേരും അതിന് പങ്കാളിയാവുകയും ചെയ്തത് ചരിത്ര നിമിഷമാണ്.
ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളും എല്ലാ സംഘടനകളും എല്ലാം പാലിയേറ്റീവ് കെയർ എടുത്തിട്ടുണ്ട്. ഈ വർഷം പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഗ്രിഡിനകത്ത് രജിസ്റ്റർ ചെയ്ത് അത് കേരളത്തിൽ എത്ര പേർക്ക് പരിചരണം കിട്ടുന്നുണ്ട് അല്ലെ അറിയാം. എന്തൊക്കെയോ ഭയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലുണ്ട്. അതിങ്ങ് തന്നാലേ നമുക്കത് ഇവിടുന്ന് ആലപ്പുഴയിൽ കൊണ്ടുപോയി വേണേ കണ്ണൂർ പോകുന്ന വഴി അത് കളഞ്ഞിട്ട് പോകാം. അപ്പൊ എല്ലാവരുടെയും മനസ്സിലെ ഭാരങ്ങൾ തൽക്കാലം മാറ്റി വെക്കുക. നമുക്ക് മനുഷ്യ ജീവിതത്തിൽ ഒന്നല്ലേ മറ്റൊരു സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു നിമിഷത്തിന്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണം. എന്ത് പറഞ്ഞാലും നമുക്കിവിടെ വന്ന് നിൽക്കാനും നമുക്ക് ഒരുമിച്ച് കാണുവാനും നടക്കുവാനുള്ള ആരോഗ്യമുണ്ട്. അന്യോന്യം ഒരു കൈ കൊടുക്കുവാനും ഹലോ പറയാനും ചിരിക്കുവാനുമുള്ള അവസ്ഥ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ നിമിഷത്തിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ഈ നിമിഷം നമുക്ക് സ്നേഹം പകരാൻ പറ്റുന്നവർക്കൊക്കെ സ്നേഹം പകരാൻ അങ്ങനെ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഹൃദയം തുറക്കുമ്പോൾ നമ്മുടെ തലച്ചോറുണ്ട്. തീർച്ചയായിട്ടും പൂർണ്ണിമ മാഡത്തിന് അറിയാം അല്ലേ, സൈക്കാട്രിസ്റ്റിന് അറിയാം, നമ്മുടെ തലച്ചോറിലേക്ക് ചില ഹോർമോണുകളും ചില കെമിക്കൽസും ഒക്കെ വന്ന് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ സന്തോഷങ്ങളിലാണ് പലപ്പോഴും ചിലപ്പോൾ ലഹരിയൊക്കെ തേടി പോകുന്നത്. പക്ഷെ പാലിയേറ്റീവ് കെയറിന്റെ സാന്ത്വന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ പറയുന്നത് സാന്ത്വന പ്രവർത്തനം ഒരു ലഹരിയാണ്. അത് ആലപ്പുഴ ആയാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും കണ്ണൂരായാലും അതിൽ ഏർപ്പെട്ട ആൾക്കാർ അതാ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വരുന്നതിനും ഈ ഒരു സ്നേഹസംഗമം, ഞാൻ അതിനെ അങ്ങനെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹസംഗമം പഞ്ചായത്ത് മൊത്തമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോമ ഗ്രാമത്തിലെ ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ആശമാരുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, ബേബി സിസ്റ്റർ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ സാന്ത്വന പ്രവർത്തനത്തിന്റെ നഴ്സിന്റെ മുഖം അത് ബേബി സിസ്റ്ററുടേതായിരുന്നു. ഇപ്പൊ എല്ലാ പേരും ഇവിടെ ഉള്ള സെന്റേഴ്സിൽ പോയാണ് പഠിക്കുന്നത്. പക്ഷെ ബേബി സിസ്റ്റർ കുഞ്ഞിനെ ഇട്ട് 3 മാസം മലപ്പുറത്ത് പോയി ശീലിച്ച് തുടങ്ങിയ ആളാണ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ബേബി സിസ്റ്ററിനോടുള്ള സ്നേഹവും കരുതലും ഞാനിപ്പോ ഒന്ന് പറയട്ടെ. അന്നത്തെ ആ ഒരു തീരുമാനം അത് വളരെ നിർണായകമായിരുന്നു. അതുപോലെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസർ സോണിസാറിനോട് ഉണ്ടായിരുന്നു. ഞാൻ വന്ന നാൾ തൊട്ട് 2000 മുതൽ കണ്ടു മറന്നിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമാണ്. ഇത്രയധികം ആത്മാർത്ഥതയോടെ അത് സാന്ത്വന പ്രവർത്തനത്തിലായാലും പൊതുജനാരോഗ്യ പ്രവർത്തനത്തിലായാലും ഏർപ്പെട്ട വ്യക്തികളില്ല. അപ്പൊ അങ്ങനെയുള്ള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യത്തെ വോളണ്ടിയേഴ്സ് മീറ്റ് നടത്തുമ്പോൾ ഓരോരുത്തരുടെയും മുഖം ദൂരെ നിന്ന് വന്ന ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാനും അവർക്ക് വെള്ളം കൊടുക്കുവാനും എന്തൊരു അതിഥിത്വമായിരുന്നു. പലരുടെ മനസ്സിലിങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ ഇത്രയധികം സ്നേഹം, ആതിഥേയ മര്യാദ, സന്തോഷം നിറഞ്ഞു തുടങ്ങുന്ന ഈ ഗ്രാമത്തിൽ എനിക്ക് വരാൻ കഴിയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പോസിറ്റീവ് എനർജിയുണ്ട്. ഓരോ കാറ്റേൽക്കുമ്പോഴും ഇവിടുത്തെ ഓരോ ചെറുകാറ്റ് പോലും വരുമ്പോൾ അത് മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, വർഷങ്ങൾ ഉള്ള സ്നേഹബന്ധമാണ് നമ്മൾ തമ്മിൽ. അതിനി അക്കാലം തുടർന്ന് പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മോഹമ്മ ഗ്രാമപഞ്ചായത്തിലെ ഓരോരുത്തരോടും ഓരോ ബഹുമാന്യ വ്യക്തികളോടും അത് സി കെ ഭാസ്കരൻ സാർ തുടങ്ങിയ കാലത്ത് മാറി വരുന്ന പഞ്ചായത്തുകൾ സാന്ത്വന പ്രവർത്തനത്തിനോട് കാണിക്കുന്ന ആ ഒരു ആവേശം അത് ഈ പഞ്ചായത്ത് അതേപടി തുടർന്നുകൊണ്ട് പോയി. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓരോരുത്തരോടും സന്തോഷം പറഞ്ഞു. അതുപോലെ ചിത്രയുടെ ടീം സോഷ്യൽ നമ്മുടെ ചിത്രയുടെ ടീം ഡോക്ടർ പൂർണ്ണിമയുടെ നേതൃത്വത്തിലുള്ള അവരുടെ വർക്കും എത്ര മഹനീയമാണ്. കാരണം ആഴ്ചതോറും ഈ ഗ്രാമത്തിലേക്ക് ഓടിയെത്തുകയും നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനം നടത്തുകയും കൈത്താങ്ങാകുകയും ചെയ്യുന്ന അവർക്കും എല്ലാ വിധത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, സന്തോഷമുള്ള ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ സ്നേഹസംഗമം, ഈ രോഗി ബന്ധു സംഗമം ഉദ്ഘാടനം ചെയ്തതായി പഞ്ചായത്തിന്റെ അനുവാദത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ പറഞ്ഞു.
പറ്റിയും ഇവിടുത്തെ മുഹമ്മ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മെഹക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ മുഹമ്മ പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് എന്നും പ്രചോദനമായ ഒരു പഞ്ചായത്താണ്. അതായത് ഇപ്പോൾ നമ്മൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി എന്തൊരു പദ്ധതി ആലോചിച്ചാലും പുതിയൊരു ഐഡിയ വന്നാലും ആദ്യമേ നമ്മൾ ചിന്തിക്കുന്ന മുഹമ്മ പഞ്ചായത്തിനെ പറ്റി തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഹോം അഗെയിൻ പ്രോഗ്രാമും കേരളത്തിലല്ല ആദ്യത്തെ പഞ്ചായത്ത് എന്ന് മുഹമ്മ തന്നെയാണ്. ഒടുങ്ങാത്ത നാടകങ്ങളിലൂടെ എന്നെന്നുള്ള കാട്ടുപാടം നാരായണൻ, തോപ്പിൽ ഭാസി, അങ്ങനെ ഒടുങ്ങാത്ത നാടക പ്രവർത്തകരിലൂടെ നാടകം എന്ന കലാരൂപം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പോലും ഭാഗമായി മാറി. എന്നാൽ ഇന്നു നാടകം എന്ന കലാരൂപം വേദികളിൽ നിന്ന് അന്യമായിട്ടുണ്ട്. നാടകത്തെ അറിയാനോ നാടകക്കാരെ മനസ്സിലാക്കാനോ പുതുതലമുറ ശ്രമിക്കുന്നില്ല. എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കും, ടിക്ടോക്ക് ചെയ്യും. പക്ഷേ അഭിനയത്തിന്റെ സമ്പൂർണ്ണ പാഠങ്ങളും പകർന്നു കൊടുക്കുന്ന ഈ കലാരൂപത്തിലേക്ക് അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കാൻ വേണ്ടി അവർ തയ്യാറാകാതെ വരുമ്പോൾ നാടകം എന്ന കലാരൂപം ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റയാനായി നിൽക്കുന്നു. വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ പാലിയേറ്റീവ് വിഭാഗം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആശുപത്രിയിലാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ 4 പ്രാവശ്യം കാണുന്നില്ലെങ്കിലും ഒരു 1-2 വിസിറ്റ് എല്ലാ മാസവും നമ്മൾ നടത്താറുണ്ട്. അപ്പം എല്ലാവരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ആൾക്കാർ.